ഹരേ കൃഷ്ണ. ഒരു കാലത്ത് കുചേലനും കൃഷ്ണനും ഒരു ഗുരുക്കളുടെ കീഴിൽ പഠിച്ചിരുന്നതാണ്. ഒരേ കുടക്കീഴിൽ ഒരേ ഭക്ഷണം പങ്കുവെച്ച് ഒരുപോലെ വിദ്യാഭ്യാസം നേടിയവർ. കുചേലൻ ദയാലുവും ലജ്ജാശീലനുമായിരുന്നു. കൃഷ്ണൻ അദ്ദേഹത്തോട് എന്നും സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. എന്നാൽ കുചേലൻ ദരിദ്രനുമായി. ചെറിയ കുടിലിൽ കീറിയ വസ്ത്രങ്ങളും ഭക്ഷണമൊന്നുമില്ലാതെ ഭാര്യയുമായും കുട്ടികളുമായും കുചേലൻ ജീവിച്ചു. ഒരു ദിവസം കുചേലൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ പ്രിയ സുഹൃത്ത് കൃഷ്ണൻ രാജാവാണ്. അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടുകൂടെ? നമ്മുടെ ദാരിദ്ര്യം ഒന്ന് പറഞ്ഞുകൂടെ? നമ്മുടെ ദാരിദ്ര്യ ജീവിതം തന്നെ മാറുമല്ലോ. അപ്പോൾ കുചേലൻ മടിയോടെ സമ്മതിച്ചു. യാത്രയ്ക്ക് മുമ്പ് ഭാര്യ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ നെല്ലുപയോഗിച്ച് ഇടിച്ച് ഉണ്ടാക്കിയ അവിലായിരുന്നു കൊടുത്തുവിട്ടത്. പക്ഷേ അതിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ പെട്ടിരുന്നു. പക്ഷേ അത് കുചേലനോ കുചേലൻ്റെ ഭാര്യയോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇത് മാത്രമാണ് വീട്ടിലുള്ളത് എന്ന് കൃഷ്ണന് സമ്മാനമായി ഈ അവിൽ കൊടുത്തോളൂ എന്ന് കുചേലൻ്റെ ഭാര്യ പറഞ്ഞു. കുചേലൻ ദ്വാരകയിലെത്തുമ്പോൾ വലിയ കൊട്ടാരം. കുചേലനെ കണ്ട കൃഷ്ണൻ പുറത്തേക്ക് ഓടി വന്ന് സ്വീകരിച്ചു. തൻ്റെ പൂർവ്വകാല സുഹൃത്തിൻ്റെ കാൽ കഴുകി പാദപൂജ ചെയ്തു ശ്രീകൃഷ്ണൻ. ഇത് കണ്ടപ്പോൾ കുചേലൻ തൻ്റെ കയ്യിലെ അവിൽ ഒളിപ്പിച്ചു വെച്ചു. എന്താണത് എന്ന് കൃഷ്ണൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ കൃഷ്ണൻ ആ പൊതി വാങ്ങി തുറന്നപ്പോൾ നല്ല അവിൽ. വളരെ സന്തോഷത്തോടെ കൃഷ്ണൻ ആ അവിൽ വാരി കഴിച്ചു. പക്ഷേ കുചേലൻ തൻ്റെ ദാരിദ്ര്യ ദുഃഖം കൃഷ്ണനോട് പറയാൻ മടിച്ചു. ഒന്നും ചോദിച്ചില്ല. ചില സ്നേഹ നിമിഷങ്ങൾ പങ്കുവെച്ച് ശാന്തമായി വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ വീട്ടിലെത്തിയ കുചേലൻ ഞെട്ടിപ്പോയി. തൻ്റെ ചെറിയ കുടിലിൻ്റെ സ്ഥാനത്ത് വലിയ കൊട്ടാരം. ഭാര്യയും മക്കളും നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു. നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. കുചേലൻ അപ്പോൾ കണ്ണീരോടെ പറഞ്ഞു, കൃഷ്ണ, ഞാനൊന്നും നിന്നോട് ചോദിച്ചില്ലെങ്കിലും നീ എൻ്റെ ഹൃദയം വായിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവൽക്കിഴി സമർപ്പിക്കുന്നത് കടങ്ങളൊക്കെ മാറാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്.